പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങളും ദൈവം നടത്തിയ അത്ഭുത വഴികളെക്കുറിച്ചും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൽ വിലപ്പെട്ട പ്രിയ ക്രിസ്റ്റൽ ഫെർണാണ്ടസ് അവറുകളാണ്. പ്രിയ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ദൈവീയ ഇടപെടലുകൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നടത്തിയ വഴികൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുക പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ക്രിസ്റ്റൽ ഫെർണാണ്ടസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ് അച്ഛാ. പ്രൈസ് ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. കൊല്ലത്ത് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഭാര്യയും 3 മക്കളുമുണ്ട്. മൂത്ത മകന് ബാംഗ്ലൂരിൽ ജോലി ചെയ്യും, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്യും. രണ്ടാമത്തെ മോള് ഹോമിയോ ഡോക്ടറാണ്. വിവാഹം കഴിച്ച ഒരു കുടുംബമായിട്ട് കാനഡയിലാണ്. ഇളയ മോന് BBA പഠിച്ച് തുടർന്ന് പഠിക്കുകയും ചെറിയ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ. കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസനെ പറയാൻ ആഗ്രഹിക്കുന്ന ദൈവീയ ഇടപെടലുകൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവിൻ്റെ ആ വഴികളെക്കുറിച്ച്, ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർന്ന് സംസാരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹിതർക്കും യേശുക്രിസ്തുവിലുള്ള സ്നേഹവന്ദനം ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. എൻ്റെ പേര് ക്രിസ്റ്റൽ ഫെർണാണ്ടസ് എന്നാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന കൊല്ലം ജില്ലയിൽ കേരളാപുരത്താണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തിൻ്റെ തീരപ്രദേശമായ ഒരു കത്തോലിക്ക ഒരു പള്ളിത്തറ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ സ്വന്തം ദേശം. അവിടെ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. സത്യദൈവത്തെ അറിയാതെ, ജീവനുള്ള ദൈവത്തെ അറിയാതെ ഞങ്ങളുടെ പാരമ്പര്യ വിശ്വാസത്തിൽ ജീവിച്ചു. എൻ്റെ ഈ രക്ഷയുടെ അനുഭവത്തിൽ വരാനായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ തുടർന്ന് പങ്കുവയ്ക്കുന്നത്. ഞാനൊരു ഞായറാഴ്ച ദിവസം രാവിലെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയിട്ട് മടങ്ങി എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മയെ ഒരു വ്യക്തി മർദ്ദിച്ച് അവശയായിട്ട് കിടക്കുന്നതാണ് എനിക്ക് കാണുവാനായിട്ടിടയായത്. ആ വ്യക്തി ഒരു കരാട്ട വിദഗ്ധനായിരുന്നു. അദ്ദേഹം കരാട്ടയുടെ കട്ടോസിൽ നിന്നുകൊണ്ട് കാലുകൊണ്ട് കറങ്ങി എൻ്റെ അമ്മയുടെ മുഖത്ത് അടിച്ച് പല്ല് പൊഴിഞ്ഞ് രക്തം വാർന്നു കിടക്കുന്നതാണ് എനിക്ക് കാണുവാനായിട്ടിടയായത്. അതെൻ്റെ ഹൃദയത്തെ വളരെ വേദനിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നു. അതിന് കാരണക്കാരനായ ആ വ്യക്തിയും ഞാനും തമ്മിൽ ഏറ്റുമുട്ടി ആ വ്യക്തി മരിക്കുവാനായിട്ടിടയായി. ആ കേസിൽ എന്നെ തിരുവനന്തപുരം സെഷൻസ് കോടതി ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു. പൂജപ്പര സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. പൂജപ്പര സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ഞാനാകെ തകർന്നുപോയി. സന്തോഷവും സമാധാനവും ഇല്ലാതെ നിരാശനായി, ഹൃദയം കഠിനപ്പെട്ടു. മാനസികമായിട്ടുള്ള പീഡനം, ശാരീരികമായിട്ടുള്ള പീഡനം. ഇപ്പോൾ ജയിലിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആഹാരം എനിക്ക് കൊണ്ടു തരുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ആഹാരത്തിലോട്ട് വീഴുമായിരുന്നു. രാത്രി കാലങ്ങളിൽ എനിക്ക് തടവറയ്ക്കകത്ത് ഉറക്കമില്ല. ഞാൻ കിടക്കുന്ന പായലോട്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായിട്ട് ഒഴുകുമായിരുന്നു. ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനേക തടവുകാര് മാനസിക രോഗികളായി മാറ്റപ്പെട്ടു. ആരും കുറ്റവാളികളായിട്ട് ജനിക്കുന്നില്ല. സാഹചര്യമാണ് ഓരോരുത്തരെയും കുറ്റവാളിയാക്കുന്നത്. അങ്ങനെ പല സാഹചര്യത്തിലും അകപ്പെട്ട് എൻ്റെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന പല
സഹതടവുകാരും മാനസിക രോഗികളായി മാറ്റപ്പെട്ടു. അപ്പൊ ജയിലിനകത്ത് വരുമ്പോഴാണ് എല്ലാവരും ചിന്തിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ കുറിച്ച്, സഹോദരന്മാരെ കുറിച്ച്, ഭാര്യ, പ്രിയ കുഞ്ഞുങ്ങളെ കുറിച്ച്, സ്വന്തം ഭാവിയെക്കുറിച്ച്, അങ്ങനെ പലതിനെ കുറിച്ച് ചിന്തിച്ച് മാനസികമായ സമനില തെറ്റി പലരും മാനസിക രോഗികളായി തീർന്നു. അപ്പോൾ ജയിലിനകത്ത് ഈ തടവുകാരുടെ ഇടയിൽ മാനസിക രോഗികളായി മാറ്റപ്പെടുന്നവരെ പാർപ്പിക്കുന്ന പ്രത്യേക ഒരു ബ്ലോക്ക് ഉണ്ട്, സിഗ്രിഗേഷൻ ബ്ലോക്ക് എന്നാണ്. അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വളരെ നോർമലായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന പലരും മാനസിക രോഗികളായിപ്പോൾ അങ്ങോട്ട് മാറ്റി. ഇത് കണ്ടപ്പോൾ ഞാൻ വളരെ ഭയപ്പെട്ടു പോയി. ഞാൻ ഒരു മാനസിക രോഗിയാകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തന്നെ ഞാൻ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയിൽ നിത്യമായ തീപ്പൊയിൽ ഞാൻ ചെന്ന് അകപ്പെടുമായിരുന്നു. നാം ബൈബിൾ വിളിച്ചു പറയും, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഞാൻ ജയിലിലായിരിക്കുമ്പോൾ ഒരു സഹതടവുകാരൻ ഇതുപോലെ ജയിലിൽ വെച്ച് മാനസാന്തരപ്പെട്ട ഒരു തടവുകാരൻ, നെൽസൺ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തെ ദൈവം ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തമായിട്ട് ദൈവം എടുത്ത് ഉപയോഗിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്നോട് കടന്നു വന്ന് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആ ജയിലിനകത്ത് നെയ്ത്തുശാലയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ തറയിലിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ഞാനാകെ തകർന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിന് എന്നെ കാണിച്ചു, ഒരു വെളിപ്പാടിൽ കൂടെ കാണിച്ചു കൊടുത്തു. ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച് അവനോട് പോയി സുവിശേഷം അറിയിക്കാൻ അവൻ കേൾക്കുമെന്ന്. അങ്ങനെ അദ്ദേഹം ലക്ഷ്യം വെച്ച് എന്നോട് കടന്നു വന്ന് ഇദ്ദേഹം സുവിശേഷം പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ വളരെ എതിർത്തു. എന്നാലും ആ തടവുകാരൻ എന്നോട് നിരന്തരമായിട്ട് സുവിശേഷം പറയും. അദ്ദേഹം പറഞ്ഞതായ വചനം എൻ്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. നിങ്ങളുടെ നീതി പ്രവർത്തികളെല്ലാം വെള്ള തുണിയിൽ കറപുരണ്ടതുപോലെ എന്നുള്ള വചനം എൻ്റെ ഹൃദയത്തെ കീറിമുറിച്ചു. അതിനുശേഷം എൻ്റെ ആ സെല്ലിൽ കടന്നു വന്ന ഒരു പുതിയ നിയമ ബൈബിള്, അതുപോലെ ക്രിസ്തീയ പുസ്തകങ്ങളൊക്കെ എനിക്ക് വായിക്കുവാനായിട്ട് കൊണ്ട് തരുമായിരുന്നു. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ആ സ്നേഹിതൻ വന്ന് ഈ പുസ്തകങ്ങളൊക്കെ മടക്കി മേടിക്കും. അപ്പോൾ എന്നോട് ഇതെല്ലാം വായിച്ചു വന്നു. ഞാനിതെല്ലാം വായിച്ചെന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഞാൻ തിരിച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ ഞാനിതൊന്നും വായിക്കത്തില്ലായിരുന്നു. ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ചെല്ലുമ്പോൾ, പൂജപ്പുര സെൻട്രൽ ജയിലിനകത്ത് 1500ഓളം തടവുകാരുണ്ട്. ഈ പൂജപ്പുര സെൻട്രൽ ജയിൽ 12 ബ്ലോക്കായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ബ്ലോക്കിൽ 2 തടവുകാരെ ഇടുന്നതായ ഒരു സെല്ലിലാണ് എന്നെ ഇട്ടിരുന്നത്. ഇപ്പൊ 50 തടവുകാരെ ഇടുന്നതായ റൂമുണ്ട്, 30 തടവുകാരെ ഇടുന്നതായ റൂമുണ്ട്. എന്നെ ഇട്ടിരുന്നത് 2 തടവുകാരെ ഇടുന്ന ഒരു സെല്ലിലാണ് എന്നെ ഇട്ടിരുന്നത്. എൻ്റെ ബ്ലോക്കിൽ 180ഓളം തടവുകാരുണ്ട്. അപ്പൊ ജയിലിനകത്ത് അമ്പലമുണ്ട്, മോസ്ക് ഉണ്ട്, ചാപ്പലുണ്ട്. എല്ലാവർക്കും ആരാധിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ പകൽ സമയങ്ങളിൽ തടവുകാരെ ഈ സെൻട്രൽ ജയിലിനകത്ത് പുറത്താണ് ജോലിക്ക് വിടുന്നത്. അപ്പൊ ആ ജയിലിനകത്ത് ഗവൺമെന്റ് പ്രസ്സുണ്ട്, അതുപോലെ തന്നെ നെയ്ത്തുശാലയുണ്ട്, ലെതറിന്റെ വർക്ക് നടക്കുന്നുണ്ട്, കാർപ്പൻറിങ് ഉണ്ട്, കൃഷിയുണ്ട്. അപ്പൊ ഈ തടവുകാരെല്ലാം പകൽ സമയം ജോലിക്ക് വിടും. വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് അവരെ തിരിച്ചു കയറ്റുന്നത്. തടവുകാരെല്ലാം തിരിച്ചു കയറിക്കുമ്പോൾ ആ രാത്രിയിലേക്കുള്ള ഭക്ഷണം വിതരണം ചെയ്യും. അപ്പൊ ഈ തടവുകാരെല്ലാം ഈ ഭക്ഷണം എല്ലാം മേടിച്ച് ഭദ്രമായിട്ട് അടച്ചു വെച്ച് ചായ അപ്പോൾ തന്നെ എല്ലാവരും കുടിക്കും. കുടിച്ചിട്ട് ബ്ലോക്കിനകത്ത് പലരും നടക്കാൻ വേണ്ടി ഇറങ്ങും. 2-3 തടവുകാര് ഒരു പുതിയ നിയമ ബൈബിൾ വെച്ച് വായിച്ച് ഇവര് നടന്ന് തമ്മിൽ സംസാരിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ മുഖത്തൊരു പ്രത്യേക പ്രകാശമുണ്ടായിരുന്നു. അവരെപ്പോഴും വളരെ സന്തോഷമുള്ളവരായിട്ട് കാണപ്പെട്ടു. ഞാനാണെങ്കിൽ ആകെ തകർന്നു കഴിയുകയാണ്. അപ്പൊ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, എന്താണ് ഈ ബൈബിളിനകത്തുള്ള രഹസ്യം? ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നുവെങ്കിലും അന്ന് വരെ ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു. ഈ ബൈബിളിനകത്തുള്ള രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടെ എൻ്റെ കയ്യിൽ കിട്ടിയ ആ പുതിയ നിയമ ബൈബിള്
മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം മുതൽ ഞാൻ വായിക്കാൻ തുടങ്ങി. അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിന്റെ മകൻ യാക്കോബ്, യാക്കോബിന്റെ മകൻ, ഇങ്ങനെ ഈ വംശാവലികളെ ആദ്യമായിട്ട് വായിച്ചപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നി. എന്നാൽ അതിനകത്തുള്ള രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കണമെന്നുള്ള വളരെ താല്പര്യത്തോടെ ഞാൻ നിരന്തരമായിട്ട് ഞാൻ ബൈബിൾ വായിക്കും. ആ ജയിലിനകത്തുള്ള ചാപ്പലിൽ ഞാൻ കടന്നുപോയി. അവിടെയുള്ള തടവുകാരുമായി ചേർന്ന് പാടുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അപ്പൊ അവിടെയുള്ള തടവുകാരായ സഹോദരന്മാർ എന്നോട് ചോദിച്ച് രക്ഷിക്കപ്പെട്ടോ എന്ന്. യഥാർത്ഥത്തിൽ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയത്തില്ല. ഈ ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിക്കുന്ന ഭൂരിഭാഗം പേർക്ക് രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ജയിലിന്റെ പുറത്ത് എന്ന സുവിശേഷകന്മാര് ജയിലിനകത്ത് കടന്നു വരും. അവരുടെ പ്രസംഗത്തിൽ കൂടിയാണ് ഞാൻ ഈ സത്യം ഞാൻ മനസ്സിലാക്കുവാൻ തുടങ്ങിയത്. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. പ്രത്യേക ഒരു സമുദായത്തെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത്. ആദിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മുടെ ആദ്യമേ മനുഷ്യന് ദൈവം കൽപ്പന കൊടുത്തിരുന്നു. ആ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ചു. അത് നിമിത്തം സർവ മാനവരാശി ശാപത്തിനും പാപത്തിനും അനുസരണക്കേടിനും അടിമപ്പെട്ടു. അപ്പൊ വീണുപോയ മനുഷ്യവർഗത്തെ സർവശക്തനായ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വീണ്ടെടുക്കുവാൻ വേണ്ടി വന്നതാണ് കർത്താവായ യേശുക്രിസ്തു. സർവ മാനവരാശിയുടെയും പാപത്തിനും ശാപത്തിനും വേണ്ടിയാണ് യേശുക്രിസ്തു ഇവിടെ വന്ന് കാൽവരി ക്രൂശിൽ കയറിയത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ കയറി. ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ബൈബിളിൽ പറയുന്നു, ഒരു മനുഷ്യന്റെ ആത്മാവ് ഈ ഭൂലോകത്തെക്കാളും വിലപ്പെട്ടതാണ്. അപ്പൊ ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിൽ നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി വലിയൊരു രക്ഷാ പദ്ധതിയാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ഒരുക്കിയിരിക്കുന്നത്. യേശുക്രിസ്തു ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷയുണ്ട്. ഞാൻ ചെയ്ത തെറ്റിനാണ് ഞാൻ പൂജപ്പുര സെൻട്രൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചത്. അപ്പൊ തെറ്റ് ചെയ്യുന്നവർക്കെല്ലാം ശിക്ഷയുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിലും ബൈബിൾ വിളിച്ചു പറയും, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പൊ തെറ്റ് ചെയ്യാത്ത ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും ഇല്ല. അപ്പൊ എല്ലാവർക്കും ശിക്ഷയുണ്ട്. ആ ശിക്ഷയാണ് യേശുക്രിസ്തു വഹിച്ചത്. ഈ മനുഷ്യവർഗത്തിന്റെ ശാപവും സകല പാവവും അനുസരണക്കേടും നമ്മളെ ചെയ്ത് കൂട്ടിയതെല്ലാം യേശുവിന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് ആ കാൽവരി ക്രൂശിൽ നടന്നു കയറിയത്. യേശു വളരെ പരിഹസിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, മുഖത്ത് കാർക്കിച്ച് തുപ്പി, മുട്ടി ചുരുട്ടി യേശുവിനെ ഇടിച്ചു, ചാട്ടവാറാൽ അടിക്കപ്പെട്ടു. യേശുവിന്റെ ശരീരം മുഴുവനും മുറിവേറ്റു. റോമൻ പടയാളികൾ യേശുവിന് ആ കാൽവരി കുരിശിൽ വെച്ച് 2 കൈകളും വിരിച്ചു വെച്ച് കാരിലും പാണിയാൽ അടിച്ച് തറച്ചു. നമ്മള് ദൈവത്തിന് ആർക്കും കീഴ്പ്പെടാതെ പാപത്തിന്റെ വഴിയിൽ നടന്നതുകൊണ്ടാണ് യേശുവിന്റെ 2 കാലുകളും ആ മരക്കുരിശിനോട് ചേർത്ത് വെച്ച് റോമൻ പടയാളികൾ കാരിലും പാണിയാൽ അടിച്ച് തറയ്ക്കപ്പെട്ടത്. നമ്മുടെ ആ ഭാവനയിൽ ഒന്ന് ചിന്തിച്ചു നോക്കും. ഒരു ജീവനുള്ള ഒരു മനുഷ്യനെ ക്രൂശന്മേൽ തൂക്കിയിട്ടിരിക്കുമ്പോഴുള്ള വേദന, അവിടെ കിടന്ന് പിടഞ്ഞത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. അവസാന തുള്ളി രക്തം വരെ ഒഴുക്കിയത് നമുക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു. ആ യേശുവിന്റെ രക്തത്തിൽ കൂടെ സകല മനുഷ്യർക്കും രക്ഷയുണ്ട്. അപ്പൊ വലിയ ഒരു രക്ഷാ പദ്ധതിയാണ് യേശുക്രിസ്തു മനുഷ്യവർഗത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഈ സത്യം ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ട് കേട്ടതായ
ആ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. യേശുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ കഴുകി ശുദ്ധീകരിക്കും. ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് നുറുങ്ങിയവരെ രക്ഷിക്കും. ഈ യേശുവിനെ സ്വന്തം രക്ഷിതാവായി വാഗൊണ്ടേറ്റ് പറയും. മരിച്ചവരുടെ നിന്ന് ദൈവം മൂന്നാം നാൾ ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നതിന് രക്ഷിക്കപ്പെടും. യേശു പറഞ്ഞു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ ഇരുന്ന് അത്താഴം കഴിക്കും. അപ്പോൾ ഞാൻ ഈ അന്ധകാരത്തിലായിരുന്നു, ഇരുട്ടിലായിരുന്നു. എൻ്റെ ജീവിതത്തിലെ കുറവുകളെയൊന്നും എനിക്ക് കാണുവാനായിട്ട് കഴിയില്ലായിരുന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാ വെളിച്ചം എന്നിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ കുറവുകളെ എനിക്ക് കാണുവാനായിട്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ ചെയ്യാവുന്നതായ എല്ലാ തെറ്റുകളും ചെയ്തതായ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വലിയ പാപബോധമുണ്ടായി, എനിക്ക് വലിയ കുറ്റബോധമുണ്ടായി. ഞാൻ സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ എൻ്റെ ഹൃദയം തകർന്ന് കണ്ണുനീരോടുകൂടെ എൻ്റെ ജീവിതത്തിൽ ചെയ്തതായ ഓരോ തെറ്റുകളും കുറ്റങ്ങളും ഞാൻ ഒന്നൊന്നായിട്ട് യേശുവിനോട് ഏറ്റുപറഞ്ഞു. യേശു എന്നോട് ക്ഷമിച്ചു. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എൻ്റെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിച്ചു. യേശുവിന് വേണ്ടി വിശ്വാസത്താൽ യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തെ തുറന്നു കൊടുത്തു. വിശ്വാസത്താൽ യേശുക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നു. ആ യേശുവിൻ്റെ ദിവ്യമായ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ വന്ന് നിറയുവാൻ തുടങ്ങി. ആ യേശുവിൻ്റെ ദിവ്യമായ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയുവാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഹൃദയകാഠിന്യം മാറി, എൻ്റെ ഭാരം പ്രയാസം മാറി. ആ സ്ഥാനത്ത് ഞാൻ വളരെ സന്തോഷവും സമാധാനവും ഞാൻ അനുഭവിക്കുവാൻ തുടങ്ങി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതിയതായി തീർന്നു. യേശു എൻ്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അനേക ബലഹീനതകൾ, അനേക കുറവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മദ്യപാന ശീലമുണ്ടായിരുന്നു, അമിതമായിട്ട് പുകവലിക്കുമായിരുന്നു, ഞാൻ കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, അങ്ങനെ അനേക കുറവുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യേശു എൻ്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിന് വളരെ മാറ്റമുണ്ടായി. ഞാൻ നിരാശയാണെങ്കിൽ നിരാശയുടെ അടിത്തട്ടിൽ വീണുപോയി. ജീവവരെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ രാത്രിയിൽ നക്ഷത്രങ്ങൾ പോലും കാണുവാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. എന്നാൽ എൻ്റെ നിരാശയെല്ലാം മാറി ഇന്ന് വളരെ സന്തോഷവും സമാധാനവും ഞാൻ അനുഭവിക്കുന്നു. തുടർന്ന് ജയിലിനകത്ത് വെച്ചാണ് ഞാൻ ഈ ബൈബിള് പഠിക്കുവാൻ തുടങ്ങിയത്. അപ്പം എന്നോട് എല്ലാവരും ചോദിക്കും, ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചതെന്ന് പലരും എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറയും, പൂജപ്പുര സെൻട്രൽ ജയിൽ ബൈബിൾ കോളേജിലാണ് ഞാൻ പഠിച്ചതെന്ന് പറയും. അപ്പം ബൈബിൾ കോളേജിലെ നിയമം പോലെയാണ് സെൻട്രൽ ജയിലിലും. അതേപോലെ ഡിസിപ്ലിൻ, നമ്മളവിടെ എല്ലാ ബൈബിൾ കോളേജിൽ പോയാൽ നമ്മൾ ജോലി ചെയ്യണം. സെൻട്രൽ ജയിലിൽ നമ്മൾ കക്കൂസൊക്കെ കഴുകണം, അവിടുത്തെ ജോലികൾ നമ്മൾ ചെയ്യണം. 9 മണിയാകുമ്പോൾ പട്ടാള ക്യാമ്പിലും ബൈബിൾ കോളേജിലും സെൻട്രൽ ജയിലിലും ഒരേ നിയമമാണ്, കിടന്നുറങ്ങണം. അപ്പോൾ ഞാൻ അവിടെ വെച്ചാണ് ബൈബിൾ ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പല പ്രാവശ്യം ഞാൻ വായിച്ചു. അങ്ങനെ ബൈബിള് ഞാൻ തുടർന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാർക്കോസ് 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അത് എനിക്ക് മനസ്സിലായി. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, ഇത് എല്ലാവരും അനുസരിക്കണം. ഇത് യേശു തന്നെ നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു. അപ്പം എനിക്കത് വളരെ ലളിതമായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ജയിലിൽ നിന്ന് ആദ്യമായിട്ട് പരോളിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ജലത്തിൽ കർത്താവിനെ ഞാൻ സാക്ഷീകരിച്ചു. അതിനുശേഷം അപ്പോസ്തലപ്രവൃത്തി 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ
നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദായിൽ എല്ലായിടത്തും ശമരിയായാലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അങ്ങനെ ജയിലിൽ ഞങ്ങൾ കുറച്ച് പേര് സഹോദരന്മാർ ഇങ്ങനെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നെ ശക്തമായ അഭിഷേകത്താൽ ദൈവം എന്നെ നിറച്ചു. ആ സമയത്ത് എന്നെ ദൈവാത്മാവ് എന്നോട് അറിയിച്ചിരുന്ന ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 42 വർഷമായി യേശുക്രിസ്തുവിനെ ഞാൻ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് ഞാൻ ജീവിക്കുന്നത്. നമുക്ക് ഈ ലോകത്തിൽ ഒരു ജയകരമായ ജീവിതം നയിക്കണമെങ്കിൽ നമ്മുടെ കഴിവുകളൊന്നും നടക്കത്തില്ല. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് ഞാൻ അനേക തെരുവുകോളങ്ങളിൽ പോയി കടന്നു യേശുവിനെ ലജ്ജയില്ലാതെ കർത്താവിനെ സാക്ഷീകരിക്കുകയും മറ്റുള്ളവരോട് ഞാൻ സുവിശേഷം പറയുകയും സുവിശേഷ ലഘുലേഖകൾ കൊടുക്കുകയും ബൈബിൾ വിതരണം ചെയ്യും. ഏതൊക്കെ നിലയിൽ സുവിശേഷം അറിയിക്കുക, അങ്ങനെ ഞാൻ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ജയിലിൽ ആയിരിക്കുമ്പോഴാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. ജയിലിൽ നിന്ന് പുറത്ത് കടന്നുപോയാണ് ഞാൻ വിവാഹം കഴിച്ചത്. എനിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളുമുണ്ട്. കാര്യം ജയിലിലായിരിക്കുമ്പോൾ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് ഭാര്യയും ഭർത്താവും ജോലി ചെയ്തിട്ട് തന്നെ ജീവിക്കാൻ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ചെലവേറിയ ജീവിതമാണ്. അത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ യേശുക്രിസ്തു എനിക്ക് എല്ലാത്തിനും മതിയായിരുന്നു. ഞങ്ങൾക്ക് ആഹാരം തന്നു, ഞങ്ങൾക്ക് വസ്ത്രം തന്നു, മരണകരമായ അവസ്ഥകളിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ട്, രോഗത്തുനിന്ന് വിടുവിച്ചിട്ടുണ്ട്. അതിനുശേഷം ആദ്യം ഞാൻ വിചാരിച്ചു ഒരു ആദർശപരമായിട്ടുള്ള ഒരു ജീവിതം. പിന്നീട് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിന്റെ അവസ്ഥ കണ്ട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഭയപ്പെട്ടത്. യേശു ജീവനുള്ള ദൈവമാണ്. കാര്യം യേശു നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ കുടുംബത്തോട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ഏത് അവസ്ഥയിൽ നിന്നും യേശുവിന് നമ്മളെ വിടുവിക്കാനായിട്ട് കഴിയും. ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി യേശു ജീവനുള്ള ദൈവമാണ്. അതിനുശേഷം ജയിലിൽ നിന്ന് മോചിതനാകാൻ സമയമായ എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ കൂടെയുള്ള സീനിയറായിട്ടുള്ള തടവുകാരൊക്കെ പുറത്തു പോയി സുവിശേഷ വേല ചെയ്യുന്നതായിട്ട് അറിഞ്ഞു. അപ്പൊ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായി. റനിയച്ചായൻ, അതുപോലെ തന്നെ ഗീതാകൃഷ്ണൻ, നെൽസ്, അങ്ങനെ പല തടവുകാരും പോയി പൂർണ്ണമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ നിലനിൽക്കാനായിട്ട് കഴിയത്തില്ല. ദൈവം അയച്ചാൽ, ഞാൻ ബൈബിൾ പഠനത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി ദൈവം നമ്മളെ അയച്ചാൽ മാത്രമേ നമുക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് മനസ്സിലായി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം എനിക്കൊരു വചനം തന്നു. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടതായ വഴി കാണിച്ചത്, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതുപോലെ തന്നെ സദർശവാക്യം 3:5. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അങ്ങനെ ഞാൻ ജയിലിൽ നിന്ന് മോചനാകുന്നതിന് മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഒരു ദർശനപ്രകാരമാണ് ഞാൻ കൊല്ലത്ത് കടന്നു വന്നു. കൊല്ലത്ത് വന്നിട്ട് വളരെ വർഷങ്ങളായി. അപ്പോ എനിക്ക് 3 കുഞ്ഞുങ്ങളുമുണ്ട്, ഭാര്യയുണ്ട്, സ്വന്തം സ്ഥലമോ വീടോ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ശക്തികുളങ്ങരയുടെ അടുത്താണ്, കാവനാടാണ് വന്ന് ആദ്യം താമസിക്കുന്നത്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബറാണ് നീണ്ടകര ശക്തികുളങ്ങര ഹാർബർ. ഞാൻ അങ്ങനെ ഈ ട്രോളിംഗ് ബോട്ടിൽ ഞാൻ ജോലിക്ക് പോകുമായിരുന്നു. ജോലിക്ക് പോകും. അപ്പൊ കൈ നിറയെ കാശ് കിട്ടും. അങ്ങനെ ഞങ്ങള് ജീവിതം ആരംഭിച്ചു. കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്തു, അവരെ വിദ്യാഭ്യാസം തുടങ്ങി. അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങളെ നല്ലവണ്ണം പഠിപ്പിക്കുക, അതുപോലെ നല്ല ഒരു വീട് വയ്ക്കുക, കാശുണ്ടാക്കണമെന്നാണ് എൻ്റെ ലക്ഷ്യം. വളരെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കണമെന്നുള്ള ലക്ഷ്യത്തോടുകൂടെ ഞാൻ മുന്നോട്ട് പോകും. അപ്പൊ കൂടെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കും. ജയിലിൽ വെച്ചായിരുന്നു സംസാരിക്കും. എനിക്കിതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. നീ എൻ്റെ വേലയാണ് പൂർണ്ണമായിട്ട് ജോലി വിട്ട് നീ പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ വേല ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു.
ഞാൻ ചിന്തിച്ചപ്പോൾ ജോലി ചെയ്തിട്ട് എന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. ജോലി ചെയ്ത് എന്നിട്ട് ബാക്കിയുള്ള സമയത്ത് ഈ സീസൺ കുറവായ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് ഈ വീട്ടുപണിക്കാർ, മേശിരിമാര്, മൈക്കാട് പണിക്കാർ കുറച്ച് പേരുണ്ട്. അവരുമായിട്ട് ചേർന്ന് ഞാൻ പാറ ചുമക്കുവാനും ഈ പണിക്കൊക്കെ പോകും. കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുക, അതിന് കാശ് വേണം. അങ്ങനെ ഞാൻ പോയി ജോലി ചെയ്യും. എന്നിട്ട് പോലും ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോഴേ ഞാൻ ജോലി ചെയ്താതെ എങ്ങനെ ഞാൻ സുവിശേഷ വേല ചെയ്യും? എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല, അതിനുള്ള ക്വാളിറ്റി എനിക്കൊന്നുമില്ല. എൻ്റെ കുടുംബത്തിൽ അങ്ങനെ ആരും ഒന്ന് വിശ്വാസത്തിൽ വന്നിട്ടില്ല എൻ്റെ കുടുംബത്തിൽ നിന്ന്. അപ്പം ദൈവം എന്നോട് നിരന്തരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പല പ്രാവശ്യം അനുസരിക്കാതെ ഇരുന്നപ്പോൾ ദൈവം എൻ്റെ എല്ലാ വഴികളെയും അടച്ചു കളഞ്ഞു. ഞാനാണ് നിന്റെ വഴികളെയെല്ലാം അടച്ചു കളഞ്ഞു. നിന്നെ ഒരു മുഖാന്തരം ഒരുക്കി എനിക്ക് നടത്താനായിട്ട് കഴിയത്തില്ല. അപ്പം ഞാൻ വളരെ ഭയപ്പെട്ടു. എനിക്ക് മനസ്സിലായി, പലരെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവം സംസാരിച്ചിട്ട് അവരനുസരിക്കാതിരുന്നപ്പോൾ തകർന്ന് കിടക്കുന്നവർ അവരുടെ അനുഭവം എന്നോട് പങ്കുവെച്ചു. ഞാൻ ദൈവത്തെ വളരെ ഭയപ്പെട്ടു. ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യണം തീരുമാനിച്ചു. അപ്പം എൻ്റെ ഭാര്യയോട് ഞാൻ പോയി പറഞ്ഞു, ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല, ഞാൻ സുവിശേഷ വേല ചെയ്യാൻ പോവുകയാണ്. അപ്പം എൻ്റെ ഭാര്യ ആകെ തകർന്നു പോയി. കാര്യം ഞാൻ 5 വർഷമായപ്പോഴാണ് ജയിലിൽ കിടന്നുകൊണ്ട് വിവാഹം കഴിച്ചത്. വീണ്ടും 7 വർഷത്തോളം എനിക്ക് വീണ്ടും തുടർന്ന് കിടക്കേണ്ടതായിട്ട് വന്നു. അപ്പം അന്ന് മറ്റുള്ളവർ പരിഹസിക്കുമായിരുന്നു, നിന്നയും പരിഹാസവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജയിലിൽ നിന്നും പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോയി. ഞങ്ങൾ സുഖകരമായിട്ട് ജീവിതം തുടങ്ങി. അപ്പോഴാണ് ദൈവം ഇങ്ങനെ സംസാരിച്ചത്. അപ്പം എൻ്റെ ഭാര്യയ്ക്കറിയാം സുവിശേഷ വേലയിലുള്ള കഷ്ടപ്പാട്. അങ്ങനെ എൻ്റെ ഭാര്യ അന്ന് രാത്രിയിൽ ഉറങ്ങിയില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. ഞാൻ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഒരു കൂട്ടായ്മയിൽ എൻ്റെ ഭാര്യ പ്രാർത്ഥനയ്ക്കായി കടന്നുപോയി. അവിടെ വന്നാൽ ദൈവാസലിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. അതിനുശേഷം ഞങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ, വിളിച്ച ദൈവം വിശ്വസ്തനായിരുന്നു. കുഞ്ഞുങ്ങളെല്ലാം പഠിച്ചു. അവരെല്ലാം എൻ്റെ മൂത്തമ്മ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അപ്പം അവന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ഇപ്പോൾ ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മോള് ഹോമിയോ ഡോക്ടറാണ്. ഇപ്പോൾ അവർ മോളും ഭർത്താവും കുഞ്ഞും കാനഡയിലാണ്. ഇളയ മോൻ. കുഞ്ഞുങ്ങളെല്ലാം വിദ്യാഭ്യാസം ചെയ്തു. ഞങ്ങൾ താമസിക്കുവാൻ ദൈവം ഒരു തൽക്കാലമായിട്ട് ഒരു ചെറിയൊരു വീട് ദൈവം എനിക്ക് തന്നു. വളരെ അത്ഭുതകരമായിട്ടാണ് ദൈവം ഞങ്ങളെ നടത്തുക. അനേക മിഷണറി ടീമുകളുമായിട്ട് ചേർന്ന് യൂണിവേഴ്സൽ ഗോസ്പൽ മിഷൻ, അതുപോലെ തന്നെ അഡോണ മിനിസ്ട്രി, അതുപോലെ ELM എന്ന് പറഞ്ഞ് അനേക മിഷണറി സംഘടനകളുമായിട്ട് ചേർന്ന് ഞാൻ സുവിശേഷ വേലയിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും വിചാരിക്കുന്നത് ഈ സുവിശേഷ വേല ദൈവം വിളിച്ചാന്ന് പറഞ്ഞ് കുഴപ്പമൊന്നും വരത്തില്ല. എന്നാൽ നമ്മൾ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, യേശുക്രിസ്തുവും ശിഷ്യന്മാരും തന്നെ പടകിൽ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വലിയൊരു കൊടുങ്കാറ്റടിച്ച് വലിയ തിരമാലയുണ്ടായി ഈ പടകിൽ വന്ന് അടിക്കുകയാണ്. ഈ പടകിൻ്റെ പലക തകർന്നു പോകത്തക്ക നിലയിൽ ഈ തിരമാല വന്ന് ഈ പടകിൽ അടിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ പേടിച്ചു പോയി. ശിഷ്യന്മാർ നിലവിളിക്കുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ല. അപ്പോൾ ഈ പടക് മുങ്ങുമാറ് വെള്ളം കയറിക്കൊണ്ടിരിക്കും. യേശു ഉണർന്നിട്ട് കാറ്റിനെ ശാസിച്ചു, കടലിനെ അടങ്ങുന്നു. അപ്പൊ കാറ്റ് ശാന്തമായി, കടലും അടങ്ങി. അപ്പൊ യേശു ആ ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിങ്ങൾ ഇത്ര ഭീരുക്കളാകുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസം ഇല്ലയോന്ന്. അപ്പൊ ഈ ഇവര് തമ്മിൽ പറയാണ്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കും, ഇവർ ആരെന്ന്. അപ്പൊ അതുവരെ യേശു യഥാർത്ഥത്തിൽ ആരാണെന്ന് ഈ ശിഷ്യന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ല.
യേശു സർവശക്തനായ ദൈവമാണ്. ഈ ആകാശവും ഈ ഭൂമിയും ഈ സമുദ്രവും നമ്മളെല്ലാം, ഈ ചരാചരങ്ങളെല്ലാം സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ്. ഈ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവം നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, തലയും തലമുടിയും വെളുത്ത് ഹിമം പോലെ വെണ്മയുള്ളവൻ, കാലുകൾ ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദർശനായവൻ, കണ്ണുകൾ അഗ്നി ജ്വാലയ്ക്കൊത്തുള്ളവൻ, പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെ ശബ്ദമുള്ളവൻ, ഇരുവായ്ത്തല വാള് വായിൽ നിന്ന് പുറപ്പെടുവിക്കുന്നവൻ, സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ മുഖം പ്രകാശിക്കുന്ന സർവശക്തനായ ദൈവമാണ് യേശു. അപ്പൊ അവർക്ക് ആ യേശു ആരാണെന്ന് മനസ്സിലായില്ല. യേശു ഇങ്ങനെ തേടി വരിക. ഈ ലോകത്തിലുള്ള നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു തേടിയാണ് ഇവിടെ വന്നത്. അതുപോലെ തന്നെ യേശു ആ കടൽക്കരയിൽ നിന്ന് സംസാരിക്കുമ്പോൾ യേശു ചെല്ലുന്നിടത്തെല്ലാം വലിയ പുരുഷാരമാണ്, ജനങ്ങളാണ് കൂടി വരുന്നത്. കാരണം യേശുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വിടുതൽ ഉണ്ടെന്ന് ജനങ്ങൾക്കറിയാം. അപ്പൊ യേശു പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ മനസ്സുകളെ യേശുവിന് കാണാനായിട്ട് കഴിയും. നമ്മൾ കാണുന്നത് പോലെയല്ല. യേശു ലോകം മൊത്തം കണ്ടുകൊണ്ടിരിക്കുക ലൈവായിട്ട്. അങ്ങനെ യേശു ആ കടൽക്കരയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദ്വീപിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ 6000 ഭൂതം ബാധിച്ചു. ഇവിടെ നമുക്കറിയാം, ഒരു ഭൂതം കയറി തന്നെ ഭയങ്കര നാശമാക്കും, ഒരു കുടുംബത്തെ നാശമാക്കും. 6000 ഭൂതമാണ് ആ മനുഷ്യനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്. അദ്ദേഹം താമസിക്കുന്ന കല്ലറയിലാണ്. വസ്ത്രമൊന്നും ഉടുക്കത്തില്ല. കല്ലക്കം കൊണ്ട് ശരീരം മുറിപ്പെടുത്തി. ആ ദേശത്തിന് മൊത്തം ഭയമായിരുന്നു. വളരെ ഭീകരത സൃഷ്ടിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ അലറി വിളിച്ചുകൊണ്ടാണ്. അപ്പൊ ആ ദേശത്തുള്ള ഗദദേശത്തുള്ള ജനങ്ങൾ ഈ മനുഷ്യനെ ഒതുക്കാൻ നോക്കി. ചങ്ങല കൊണ്ട് പൂട്ടി, ചങ്ങല കൊണ്ട് കെട്ടി, വിലങ്ങ് കൊണ്ട് പൂട്ടി. അപ്പൊ അതിലുള്ള ആ വ്യാപാര നിമിത്തം ഇതിനെല്ലാം പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ ഈ യേശു ഇത് കണ്ടുകൊണ്ടാണ്, ആ മനുഷ്യനെ വിടിവിക്കുവാൻ വേണ്ടിയാണ് യേശു അവിടെ കടന്നു ചെന്നത്. യേശുവിനെ കണ്ടു. അഭിഷിക്തന്മാരുടെ മുമ്പിൽ എല്ലാ ഭൂതങ്ങളും കീഴ്പ്പെടും. അതിന് അഭിഷേകം നമുക്ക് വേണം. യേശു ചെന്ന് കഴിഞ്ഞപ്പോൾ യേശുവിന് പിശാചിനെല്ലാം അറിയാം, എല്ലാവരെയും തിരിച്ചറിയാനായിട്ട് കഴിയും. നീ അത്യുന്നതനായത്, അവിടെ പറയുകയാണ്, നീ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസൻ എന്ന് പറഞ്ഞാണ് യേശുവിന്റെ മുമ്പിൽ ചെന്ന് വീഴുന്നത്. ആ മനുഷ്യനെ യേശു വിടുവിച്ചു. വേറെ മത്തായിയുടെ ഒരു സുവിശേഷം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഒരിക്കൽ ഒരു പ്രത്യേക ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിനുശേഷം ഒരു നിർജ്ജന പ്രദേശത്ത് യേശു പോവുകയാണ്. അപ്പൊ ജനങ്ങളെല്ലാം അറിഞ്ഞിങ്ങനെ നിർജ്ജന പ്രദേശം. അപ്പൊ പട്ടണങ്ങളിൽ നിന്നല്ല ജനങ്ങള് യേശുവിനെ അന്വേഷിച്ച് വരിക. അപ്പൊ യേശു എവിടെയുണ്ടോ ജനങ്ങൾ ഇങ്ങനെ ഓടുകയാണ്. അങ്ങനെ ജനങ്ങൾ അവിടെ വന്നു. അപ്പൊ അന്ന് യേശു ഈ പുരുഷാരത്തെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് ഇവരെ ഇടയനില്ലാത്ത ആടുകളാണെന്ന് പറഞ്ഞ് മനസ്സാകം തോന്നി അവരോട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ ഈ സന്ധ്യ ആയപ്പോ ശിഷ്യന്മാര് പറഞ്ഞ് അവരെ പറഞ്ഞയക്കാനായിട്ട്, ഇവിടെ നിർജ്ജന പ്രദേശമാണ്, ഇവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല, ഇവര് വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ, കൊള്ളട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കാൻ പറഞ്ഞു. യേശു പറഞ്ഞ് അത് വേണ്ട. അപ്പൊ ഇതുപോലെയുള്ള പ്രവൃത്തികളൊന്നും ശിഷ്യന്മാർ കണ്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തോട്ടെന്ന് ചോദിച്ചു ശിഷ്യന്മാരോട്. അപ്പൊ പറഞ്ഞു, 5 അപ്പവും 2 മീനും ഉണ്ട്. ഉടനെ അവരെല്ലാം പുല്ലിന്റെ പുറത്ത് ഇരുത്താൻ പറഞ്ഞു. അവരെല്ലാം ആ പുരുഷാരത്തെ പുല്ലിന്റെ പുറത്ത് ഇരുത്തി. അതിനുശേഷം യേശു ഈ 5 അപ്പവും 2 മീനും വാഴ്ത്തി അനുഗ്രഹിച്ച് ഈ ജനങ്ങൾക്ക്, പുരുഷാരത്തിന് കൊടുത്തു. അവരെല്ലാം കഴിച്ച് തൃപ്തിയായി. അതിനുശേഷം 12 കൊട്ട ഇവര് നിറച്ചെടുത്തു. അപ്പൊ ഈ ശുശ്രൂഷ എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു ഈ ശിഷ്യന്മാരോട് പറഞ്ഞ്, നിങ്ങൾ അക്കരെ പോകാൻ പറഞ്ഞു. അക്കരെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെയുള്ള ഒരു ഗ്രാമത്തിലോട്ട് ഇവരെ പറഞ്ഞയക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. അപ്പൊ ഈ സാധാരണ ഇപ്പൊ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമ്പോൾ അവിടെ നല്ല ഭക്ഷണവും ഉണ്ട്, ആരും പോകത്തില്ല. യേശു അവരെ നിർബന്ധിച്ചാണ് ഈ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത്, അല്ലെങ്കിൽ അവർ പോകത്തില്ല. യേശു അതിനുശേഷം ഒറ്റയ്ക്ക് നിന്ന് ശുശ്രൂഷിക്കും. യേശുവിനെ പോലെ ലോകത്ത് ആരും ശുശ്രൂഷിച്ചിട്ടില്ല.
5000 പുരുഷന്മാർ, അവരുടെ ഭാര്യ, അവരുടെ കുഞ്ഞുങ്ങൾ, അവരെ യേശുവിൻ്റെ അടുത്ത് വന്ന് വസ്ത്രത്തിൽ തൊടുമ്പോൾ ഭയങ്കര ശുശ്രൂഷയാണ് വെളിപ്പെടുന്നത്. അങ്ങനെ ഓരോ വ്യക്തികൾക്കും വേണ്ടി യേശു പ്രാർത്ഥിച്ചു. ജനങ്ങളെ എല്ലാം പറഞ്ഞയച്ചതിന് ശേഷം യേശു വീണ്ടും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശു മലയുടെ മണ്ടയിൽ കയറി രാത്രിയിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. നമ്മളെ പറഞ്ഞയക്കുമ്പോൾ യേശു നോക്കിക്കൊണ്ടിരിക്കുക. ആ മലയുടെ മണ്ടിൽ ഇരുന്ന് രാത്രി നോക്കിയപ്പോൾ ഈ ശിഷ്യന്മാരൊരു കാറ്റടിച്ചിട്ട് ഈ പടക് അലഞ്ഞു നടക്കുകയാണ്. അപ്പം നമ്മളെ പറഞ്ഞയക്കുമ്പോൾ നമ്മുടെ യേശുവിൻ്റെ നോട്ടം, ദൈവത്തിൻ്റെ നോട്ടം നമ്മുടെ മേലുണ്ട്. ദൈവത്തിന് എന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞയച്ചെന്ന് പറഞ്ഞ് പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒന്നും വരുമെന്നല്ല. തടസ്സം വരും. പക്ഷെ ദൈവം, നിന്റെ പെറ്റ അമ്മ നിന്നെ മറന്നാലും നിന്നെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ യേശു ആ മലയുടെ മണ്ടയിൽ നിന്ന് ഇറങ്ങി വന്ന് കടലിൽ കൂടെ നടന്ന് ഈ പടകിനോട് അടുക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ പേടിച്ചു പോയി. അർദ്ധരാത്രിയിൽ ഒരു മനുഷ്യൻ കടലിന്റെ മുകളിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭയപ്പെട്ടു പോകും. ഈ ശിഷ്യന്മാരെല്ലാം ഭയപ്പെട്ടു പോയി. നിലവിളിച്ചു, ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിച്ചു. യേശു പറഞ്ഞു, ഞാൻ തന്നെ. യേശു ആ പടകിൽ കയറി, സമുദ്രം ശാന്തമായി. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ പടകിൽ ഇടം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശാന്തമാണ്. നമ്മുടെ കുടുംബത്തിനകത്ത് യേശുവിന് വേണ്ടി തുറന്നു കൊടുത്ത് നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. യേശുവിന് അസാധ്യമായ ഒരു കാര്യമില്ല. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. ഇപ്പൊ ദൈവത്തിനെന്ന് പറഞ്ഞ ഒരു പരിധിയില്ല. ദൈവത്തിൻ്റെ ഒരു വചനമാണ്, വാഗ്ദത്ത വചനമാണ്. യെശയ്യാവ് 41:10. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ദൈവമാണ് നമ്മളോട് നേരിട്ട് പറഞ്ഞ് ഞാൻ നിന്നെ സഹായിക്കും. നമ്മള് സാധാരണ ഒരു ആവശ്യം വന്നാൽ ഈ ലോകം മൊത്തം ഓടി നടക്കും. എങ്ങും രക്ഷയില്ലാതെ വരുമ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. സങ്കീർത്തനം 118:8. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന നല്ലത്. അപ്പം ദൈവത്തിന് അസാധ്യമായിട്ട് ഒരു കാര്യമില്ല. ദൈവത്തിന് കഴിയാത്ത നമുക്കൊരു പരിധിയുണ്ട്. നമ്മുടെ പിതാവാണ് ദൈവം. നമ്മുടെ പിതാവിന് ഒരു പരിധിയില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടു. നമ്മളെപ്പോഴും വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക, നമ്മുടെ ഭാവി എന്താകും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകും, എൻ്റെ ബിസിനസ് എന്താകും. ഇങ്ങനെ പലതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടിരുന്നെന്ന് പറഞ്ഞ് ഒരു കാര്യവും നടക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. നമ്മുടെ മക്കളെ കുറിച്ച് നമുക്ക് ചിന്തയുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ കരുതും. അവർക്ക് നല്ല വിദ്യാഭ്യാസം വേണം, അവർക്ക് നല്ല വസ്ത്രം എടുക്കണം, അവർക്ക് നല്ല ഭാവി ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ നമുക്കൊരു പരിധിയുണ്ട്. സാമ്പത്തികം ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തു. ദൈവത്തിന് പരിധിയില്ല. ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളാണ് നമ്മൾ. അപ്പം ദൈവം നമ്മളെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ മകന്, എൻ്റെ മകള്, നമ്മളെക്കുറിച്ച് ദൈവമാണ് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് വേണ്ടി എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടിയുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ വിചാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് നമ്മൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ദൈവത്തെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ ലക്ഷ്യത്തിലോട്ടൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ദൈവം നമ്മളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്. നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കും. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സ്നേഹിതന്മാർക്കും, എന്നെ സ്നേഹിച്ച യേശു, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരന്മാര്, സഹോദരിമാര്, കുഞ്ഞുങ്ങള് എല്ലാവരും യേശു സ്നേഹിക്കുന്നു. എന്നെ
വ്യത്യാസപ്പെടുത്തിയതായ യേശു നിങ്ങളെയും വ്യത്യാസപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ 42 വർഷമായി വളരെ അത്ഭുതകരമായിട്ട് അനേക അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. വിശ്വാസ ജീവിതമാണ്. അപ്പം ദൈവം നടത്താതെ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അനേക അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പം ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. പലരും ചോദിച്ചിട്ടുണ്ട് നൂല് കെട്ടിയിറക്കും. ദൈവത്തിന് നൂല് വേണമെങ്കിലും കെട്ടിയിറക്കാനായിട്ട് കഴിയും. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. അതുകൊണ്ട് പ്രിയ എൻ്റെ എല്ലാ സ്നേഹിതരെയും യേശു സ്നേഹിക്കുന്നു. നിങ്ങൾ യേശുവിന് നിങ്ങളുടെ ചിലപ്പോൾ ഇതുപോലെ പടകിനെ തകർക്കുവാൻ കാറ്റടിച്ചതുപോലെ നമ്മുടെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ വേണ്ടി സാത്താൻ ഇങ്ങനെ കാറ്റുകൾ അഴിച്ചുവിടും. പക്ഷെ യേശു നമ്മുടെ പടകിലുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യം നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന യേശു സർവശക്തനായ ദൈവമാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ യേശു ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. യേശു പറഞ്ഞ അതാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ഓരോ ദിവസവും ഭയപ്പെടുത്തുന്നതായ വിഷയങ്ങളാണ്, നമ്മൾ ഭ്രമിച്ചു പോകുന്ന വിഷയങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട. അതാണ് യേശു വീണ്ടും ഓരോ ദിവസവും യേശു നമ്മളോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അപ്പം ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. കാര്യം നമ്മൾ ദൈവത്തെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എങ്കിൽ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നമ്മൾ പറയത്തില്ലേ, നമ്മുടെ അവൻ അച്ഛന്റെ സ്വഭാവം തന്നെ. അപ്പൊ നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ യേശുവാണ്. യേശുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. യേശുവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനാണ് നമ്മളെല്ലാവരും മുദ്രയിട്ടിരിക്കുന്നത്, നമ്മുടെ വീണ്ടെടുപ്പ് നാളിൽ. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് മാറിപ്പോയി. അപ്പം ദൈവത്തെ ദുഃഖിപ്പിക്കാതെ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് അനുസരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതവസ്ഥ നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. സർവശക്തനായ ദൈവമാണ്. ദൈവം അറിയാതെ ഈ ലോകത്തിൽ ഒരു ജീവിക്ക് പോലും ചലിക്കുവാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നവരെ ആർക്കും പിടിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതായ നിങ്ങളുടെ സകല ചിന്താകളും അവന്റെ മേൽ ഇട്ടുകൊള്ളു. അപ്പൊ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവം തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഓരോരുത്തരെയും നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്നതായ ആരോമൽ ചാനലിനും ബഹുമാനപ്പെട്ട ജോൺ ഡാനിയൽ പാസ്റ്ററിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ അത്ഭുത വഴികളെക്കുറിച്ച് അനുഭവത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ പ്രിയ കർത്താവിൻ്റെ ദാസൻ ക്രിസ്റ്റഫർ ഫെർണാണ്ടസ് അവറുകളെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ആരും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല. പ്രത്യേകിച്ച് ക്രിസ്റ്റഫർ ഫെർണാണ്ടസ് അച്ഛനെ കാണുമ്പോൾ തന്നെ അറിയാം, അദ്ദേഹം ഒരു കുറ്റവാളിയാകാനുള്ള യാതൊരു സാധ്യതയും അദ്ദേഹത്തിൻ്റെ പ്രകൃതം നോക്കിയാലും ശബ്ദം കേട്ടാലും ആ ജീവിതാനുഭവങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. പക്ഷേ എന്തുകൊണ്ടോ ഏതോ ഒരു സാഹചര്യത്തിൽ, ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം കുറ്റവാളി ആക്കപ്പെടുകയായിരുന്നു. നമ്മൾ കേട്ട് കഴിഞ്ഞു. പ്രാരംഭത്തിൽ അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ തൻ്റെ മാതാവിനെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കരാട്ട അഭ്യാസി തൻ്റെ മാതാവിനെ അതിക്രൂരമായി ഉപദ്രവിച്ച് തൻ്റെ മാതാവിനെ അവിടെ തള്ളിയിട്ടിരിക്കുന്ന ഒരു രംഗം കാണുകയും ആ മനുഷ്യനെ അതിസാഹസികമായി പ്രിയ കർത്താവിൻ്റെ ദാസന് നേരിട്ട് അദ്ദേഹം ആ കരാട്ടക്കാരനെ നേരിടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു മാനസിക അവസ്ഥയാണ്. ആ സമയത്ത് തൻ്റെ മാതാവിനോടുള്ള സ്നേഹം, തൻ്റെ മാതാവിനെ ഉപദ്രവിച്ച ആ ക്രൂരതയുടെ മുൻപിൽ, ആ ഒരു സന്ദർഭത്തിൽ ആ മാതാവിനെ രക്ഷിക്കുക എന്നുള്ള ആ ഒരു ഹൃദയവാഞ്ച, ആ അമ്മയോടുള്ള സ്നേഹം, ആ മാതാവിനോടുള്ള ആ ഒരു വാത്സല്യം അദ്ദേഹത്തെ തൻ്റെ എതിരാളിയായ മനുഷ്യനെ ആക്രമിക്കുവാനും അദ്ദേഹം കൊല്ലപ്പെടുവാനും ഇടയായിത്തീർന്ന ഒരു രംഗമാണ് കേൾക്കുവാനിടയായിത്തീരുന്നത്. എന്നാൽ
അത് ലോകപ്രകാരം നിയമപ്രകാരം അത് ശിക്ഷിക്കപ്പെടുന്ന ഒരനുഭവമാണ്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവന് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് പോകുവാനും ഏതാണ്ട് 10-12 വർഷം താൻ ആ ജയിലിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ട് അവിടെ കിടക്കുവാനും ഇടയായി തീർന്നു. ഒരു പക്ഷെങ്കിൽ അദ്ദേഹം ആ പൂജപ്പുര സെൻട്രൽ ജയിൽ പോയത് ഒരു കയ്യബദ്ധം പറ്റി എന്നുള്ള ഒരു കാരണത്താൽ ആയിരിക്കാം. അത് നിമിത്തം ഒരു കാര്യം അവിടെ സംഭവിച്ചു. അത് മറ്റൊന്നുമല്ല, ഇന്ന് നമ്മൾ കേട്ട സാക്ഷ്യം. അതാണ് ആ സാക്ഷ്യത്തിൻ്റെ പിന്നിലുള്ളതായ സംഭവം എന്ന് പറയുന്നത്. അവിടെ യേശു കർത്താവിനെ അറിയുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹം ഇടയ്ക്ക് ഓർപ്പിക്കുകയുണ്ടായി. പൂജപ്പുര സെൻട്രൽ ബൈബിൾ കോളേജിൽ, സെൻട്രൽ ജയിൽ എന്ന് പറയുന്ന ആ ബൈബിൾ കോളേജിൽ വെച്ച് ദൈവവചനം പഠിക്കുവാനിടയായിത്തീർന്നു. പൂജപ്പുര സെൻട്രൽ ജയിൽ ബൈബിൾ കോളേജ്. ഒരുപാട് പ്രിയപ്പെട്ടവർ അവിടെ നിന്ന് ഇതിനോടകം ദൈവവചനം പഠിക്കുവാനും യേശുവിനെ കണ്ടുമുട്ടുവാനും ദൈവമക്കളായി തീരുവാനും കർത്താവിൻ്റെ നിസ്തുല്യമായ സാക്ഷ്യം വഹിക്കുന്നവരുമായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ചില മാസങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ ദാസൻ റെനി ജോർജ് ഈ സെൻട്രൽ ജയിലിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്ന അനുഭവങ്ങൾ സാക്ഷ്യം അരോമ ടി വിയിലൂടെ നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ എല്ലാവർക്കും കാണാവുന്നതാണ്. ധാരാളം ആളുകൾ ആ സാക്ഷ്യം, ആ വീഡിയോ കാണുവാനും കേൾക്കുവാനും ഷെയർ ചെയ്യുവാനും ഇടയായി തീർന്നു. ആ പ്രിയപ്പെട്ടവരോടൊക്കെ ഒരുമിച്ച് പ്രിയ കർത്താവിൻ്റെ ദാസനും അനുഭവങ്ങൾ പങ്കിടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അക്കാര്യവും അദ്ദേഹം ഇടയ്ക്ക് ഓർപ്പിച്ചല്ലോ. ഞങ്ങളെ കേൾക്കുന്ന മാന്യപ്രേക്ഷകരെ, നമ്മളാരും ഒരുപക്ഷെങ്കിൽ മനഃപൂർവ്വമായിരിക്കത്തില്ല ചില തെറ്റുകൾ ശിക്ഷിക്കപ്പെടുവാൻ, കുറ്റക്കാരായി തീരുവാൻ കാരണമായി തീരുന്നത് ചില സന്ദർഭങ്ങളാണ്. ആരും ജന്മനാൽ ഒരു കൊടും കുറ്റവാളിയായിട്ടോ മറ്റേതെങ്കിലും നിലയിൽ ഒരു വലിയൊരു അപരാധം ചെയ്തവനായിട്ടോ ഭൂമിയിലേക്ക് കടന്നു വരുന്നില്ല. എന്നാൽ മനുഷ്യവർഗം ഈ ഭൂമിയിൽ മൊത്തത്തിൽ പാപമെന്ന് പറയുന്ന വലിയ ഒരു അപരാധത്തിന് അടിമയായി ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും പാപികളായിട്ട് അവർ ഈ ഭൂമിയിലേക്ക് വരുന്നു എന്നാണ് വിശുദ്ധ തിരുവെഴുത്തുകൾ, വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ പാപത്തിൻ്റെ ശമ്പളമെന്ന് പറയുന്നത് മരണമാണ്. പാപത്തിൻ്റെ ശമ്പളമായ മരണം സകല മനുഷ്യരിലും, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ആദം മുതൽ ഇങ്ങോട്ടുള്ള സകല മനുഷ്യരും ആ ശിക്ഷയ്ക്ക് പാത്രങ്ങളാണ്. ആ ശിക്ഷയുടെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് സകല മനുഷ്യനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ദുരിത ദുഃഖങ്ങളും പൈശാചികമായ ഇടപെടലുകളും ഒക്കെ മനുഷ്യകുലത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യനെല്ലാം ആ ഒരു നിലയിലൂടെ തകർച്ചയിലേക്ക്, നരകത്തിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവം മനുഷ്യനായി അവതരിച്ചതാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി മനുഷ്യൻ്റെ സകല പാപങ്ങളെയും പേറിക്കൊണ്ട് കാൽവരി ക്രൂശിൽ മാനവകുലത്തിൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുവാൻ വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ചീന്തി കാൽവരി ക്രൂശിൽ മരണം വരിച്ച, ബലിയർപ്പിക്കപ്പെട്ട ആ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ ചെയ്യാത്തതായ അല്ലെങ്കിൽ ചെയ്തതായ ഏതെങ്കിലും വിധത്തിലുള്ളതായ ഒരു പാപത്തിനടിമയാണെങ്കിൽ ആ ശിക്ഷയിൽ നിന്നുള്ളതായ ഒരു വിടുതൽ മനുഷ്യന് ലഭ്യമാകുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ഒരു വ്യക്തിക്ക് ആ നിത്യമായ നരകത്തിൽ നിന്ന്, തീയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വഴി നമുക്ക് എല്ലാവർക്കും തുറക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു അനുഭവം അതനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, പ്രിയ ദൈവ പൈതലേ, പ്രേക്ഷകരെ, നാം ഏത്
പശ്ചാത്തലത്തിൽ, ഏത് സാഹചര്യത്തിൽ, എവിടെയായിരുന്നാലും നമ്മുടെ അടുക്കൽ നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചല്ലോ, താൻ ജയിലിലായിരുന്നപ്പോൾ ചില പ്രാർത്ഥന കൂടിവരവുകൾ അദ്ദേഹത്തെ സ്വാധീനിക്കുവാനിടയായി തീർന്നു. വേദപുസ്തകത്തിൻ്റെ ചില ഭാഗങ്ങൾ അദ്ദേഹത്തിന് വായിക്കുവാൻ കിട്ടി. അദ്ദേഹം അത് വായിച്ചു, തുടർമാനമായി വായിച്ചു. വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെയുള്ളതായ വചന ധ്യാനവും പ്രാർത്ഥനയും പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്കും ദൈവത്തിങ്കിലേക്കും തന്നെ അടുപ്പിക്കുവാൻ ഇടയായി തീർന്നു. അതെ, ഇന്നും ജനലക്ഷങ്ങൾ ഈ യേശുവിങ്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സമാധാനം, സന്തോഷം അവരുടെ ജീവിതത്തിൽ ദൈവം അവർക്ക് തിരികെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഈ സന്തോഷം ഇന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം ഉള്ള നല്ല അവസരമായിട്ട് ഈ നിമിഷം നിങ്ങൾ സ്വീകരിക്കുവാൻ തയ്യാറാകുമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവായ യേശുവേ, ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. അങ്ങ് എനിക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിന്മേൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് എനിക്ക് വേണ്ടി കൂടി, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഇന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവം അങ്ങാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ആ യേശു നിങ്ങളെയും രക്ഷിക്കുവാൻ ശക്തനാണെന്ന് ഉള്ള വസ്തുത വിളിച്ചു പറയുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ കർത്താവെ, ഞാനിത് എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി, പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന, നിരാശയിലും ദുഃഖത്തിലുമായിരിക്കുന്ന, സമാധാനമില്ലാതിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാപസംബന്ധമായി ജീവിതത്തിൽ കുറ്റബോധമുള്ള പ്രിയപ്പെട്ടവരാരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള സമയമാണ്. ദൈവസന്നിധിയിൽ ഒരു നിമിഷം കണ്ണുനീരൊഴുക്കൂ. കർത്താവേ, അങ്ങനോട് ക്ഷമിക്കണമേ, അങ്ങൻ്റെ പാപങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമോ? നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ക്രിസ്റ്റിൽ ഫെർണാണ്ടസ് അവറുകൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. സ്തോത്രം, 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 സ്തോത്രം. ദൈവമേ, സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമേ, ഈ സമയം കർത്താവെ അടിയൻ കടന്നു വരുന്നു. ആരോമൽ ദൈവമേ ടിവിയുടെ ദൈവമേ എല്ലാ പ്രവർത്തകർക്കും കർത്താവെ വേണ്ടി ദൈവമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥകളെ കാണുന്ന ദൈവമേ സ്തോത്രം. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ദൈവമേ സ്തോത്രം. കർത്താവെ, അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി ദൈവം പ്രാർത്ഥിക്കുന്നു. രോഗികളായവർക്ക് വേണ്ടി ദൈവമേ പ്രാർത്ഥിക്കുന്നു. രോഗത്തിൻ്റെ ശക്തികളെല്ലാം അഴിഞ്ഞു മാറുവാൻ വേണ്ടി ദൈവം പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ദൈവമോ സാത്താന വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചുകൾ ദൈവമേ ചതഞ്ഞു മാറുവാൻ, ഉടഞ്ഞു മാറുവാൻ, നിർവീര്യമാകുവാൻ, അഴിഞ്ഞു മാറുവാൻ വേണ്ടി ദൈവം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികൾ സൗഖ്യമാകട്ടെ. ദൈവമേ, ഏത് രോഗമാണെങ്കിൽ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവമേ, രോഗത്തു നിന്നും രോഗാവസ്ഥയിൽ നിന്നും ദൈവമേ എല്ലാവരെയും ദൈവമേ വിടുവിക്കണം. കുടുംബ പ്രശ്നങ്ങളാൽ ഇരിക്കുന്നവര് ദൈവമേ അവരുടെ കുടുംബങ്ങളെ ദൈവമേ അനുഗ്രഹിക്കണം. തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നവര് ദൈവമേ അനുഗ്രഹിക്കണം. കർത്താവേ, ഈ ആരോമൽ ദൈവമേ ചാനലിനെ ദൈവമേ അനുഗ്രഹിക്കും. ഇതിൽ കൂടെ ദൈവമേ സ്തോത്രം. കർത്താവേ, ലോകം മൊത്തം ദൈവമേ ശക്തമേറിയ ദൈവമേ സ്തോത്രം അനേക അനുഭവ സാക്ഷ്യങ്ങൾ ദൈവവചനമൊക്കെ ഷെയർ ചെയ്യാൻ ലോകത്തിൽ ദൈവമേ കേരളത്തിൽ ഇന്ത്യയിൽ വലിയൊരു ഉണർവുണ്ടാകാൻ വേണ്ടി ദൈവമേ ഈ ചാനലിനെ ഇതിൻ്റെ ദൈവമേ സ്തോത്രം ജോൺ ഡാനിയൽ പാസ്റ്ററിനെയും ദൈവമേ ടീമിനെ എല്ലാം ദൈവം അനുഗ്രഹിക്കണം. കർത്താവേ, ഇവരെ ദൈവമേ ഒരിക്കൽ കൂടെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ദൈവകരങ്ങളെ താഴ്ത്തുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിൻ്റെ ദാസൻ ക്രിസ്റ്റൽ ഫെർണാണ്ടസ് അവറുകൾ ഇത്രത്തോളം സമയം ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളും നല്ല സാക്ഷ്യവും വചനചിന്തകളും അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം ചെലവഴിച്ചതിന് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, അനേകരെ പാപത്തിൽ നിന്ന്, തീയിൽ നിന്ന് കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ
സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പങ്ക് ചേരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിവരവും ഞങ്ങളെ അറിയിക്കുക. അതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com